യെസ്, നമ്മളിനി നേരെ അതിഥിയിലേക്ക് പോവുകയാണ്. മറ്റാരുമല്ല, ബിഗ് ബോസ് താരം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ആര്യനാണ് നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. ബിഗ് ബോസ് നിർണായക നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ആര്യൻ പുറത്തു പോകുന്നത്. അൺഫെയർ എവിക്ഷൻ എന്നാണ് തിരിച്ചെത്തിയ ആര്യന്റെ ആദ്യ പ്രതികരണം ഉണ്ടായിരുന്നത്. ഫെയർ അല്ല കാര്യങ്ങളെന്ന് ആര്യന് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും? 85 ദിവസം ആര്യൻ പിന്നിട്ടത് എങ്ങനെ? ബിഗ് ബോസ് വീട്ടിൽ അവശേഷിക്കുന്നവരെ കുറിച്ച് ആര്യന്റെ പ്രതീക്ഷകൾ എന്തൊക്കെ? നമുക്കൊപ്പം ആര്യൻ ലൈവായി ചേരുകയാണ്. ആര്യൻ, വെൽക്കം ടു ന്യൂസ് 18. Hi, thank you so much. It's a pleasure to be here and part of Okay. News 18. ആര്യൻ പുറത്തായ സമയത്ത് ആദ്യം ഞങ്ങൾ കണ്ടതാണ് എയർപോർട്ടിൽ ഇതുവരെ ഈ സീസൺ 7-ലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിന് കിട്ടാത്തൊരു വലിയ സ്വീകരണമായിരുന്നു ആര്യന് എയർപോർട്ടിൽ വെച്ച് കിട്ടിയത്. ആദ്യം ചോദിക്കട്ടെ, ആ ഒരു സ്വീകരണം കിട്ടിയപ്പോൾ ആര്യന് എന്ത് തോന്നി? എന്തുകൊണ്ടാണ് ആര്യൻ ആദ്യം ഇത് ഒരു അൺഫെയർ എവിക്ഷൻ ആണ് എന്ന് പറയാൻ കാരണം? അൺഫെയർ എവിക്ഷനോ ഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിലല്ല ചില കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ആൾക്കാർ വന്നിട്ട് തന്നെ റെസ്പെക്ട്ഫുള്ളി ആൻഡ് ഹൗ മച്ച് ലവ് എല്ലാവരും കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഏകദേശം ഇവിടെയാണ് മനസ്സിലായത് അൺഫെയർ തന്നെയാണ്. ബിക്കോസ് എനിക്ക് ആൾക്കാരുടെ കണ്ണിൽ കാണാൻ പറ്റി അവരുടെ സ്നേഹം എനിക്ക് വേണ്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വീക്ക്ലി ടാസ്ക് 3 അടുപ്പിച്ച് ജയിച്ച് ഇരിക്കുന്ന സമയമാണ്. പിന്നെ ടിക്കറ്റ് ടു ഫിനാലയിലും ഞാൻ 2nd പൊസിഷനിലാണ്. അപ്പോൾ അതെന്താ കാരണം എക്സാക്ട്ലി എനിക്കൊരു ക്ലൂ ഇല്ല. പ്രേക്ഷകരുടെ വിധിയാണ് എല്ലാം. അപ്പോൾ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് എ ഫെയർ ഓർ അൺഫെയർ, ബട്ട് ഫോർ മീ ഡെഫിനറ്റ്ലി ഐ ഫെൽറ്റ് വാസ് അൺഫെയർ ബിക്കോസ് ഐ വാണ്ടഡ് ടു സ്റ്റേ ഫോർ മോർ ടൈം ദെയർ. ഇപ്പം ഞങ്ങൾ കേട്ടതിൽ ഏറ്റവും കൂടുതൽ കേട്ടൊരു കമന്റ് അല്ലെങ്കിൽ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? സാബുമാൻ അവിടെ നിൽക്കുന്ന സമയത്ത് താങ്കൾ പുറത്തായത്, ആര്യൻ പുറത്തായത് ഒരു അൺഫെയർ ആയി എന്ന് അങ്ങനെ ആര്യന് തോന്നിയിരുന്നു. എന്തുകൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ പറയുന്നത്? എനിക്ക് സാബുമാനോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ കണ്ടസ്റ്റൻസ് കാര്യമൊന്നും അറിയില്ല. എനിക്കറിയുന്നത് എൻ്റെ കാര്യമാണ്. എൻ്റെ കാര്യത്തിൽ ഞാൻ പരമാവധി അവിടെ എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ് ആയാലും സ്പോർട്സ് ആയാലും സംസാരമായാലും എല്ലാത്തിനും ഞാൻ നല്ല എഫേർട്ട് ഇട്ട് ഐ ബീൻ ദെയർ. സോ സാബുമാൻ്റെ കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല അതെന്താണ് ഗെയിം. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ഗെയിം, ബട്ട് വാട്ട് ഐ നോ ഇസ് ഐ ഡിഡ് ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ദെയർ. അപ്പോൾ ഈ സാബുമാൻ എങ്ങനെ അവിടെ ഇരിക്കണോ ഇല്ലെങ്കിൽ ഇരിക്കണോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ഐ കാൻ ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. ബിക്കോസ് അവൻ എപ്പോഴും അവിടെ ഉണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് അവനെ അവിടെ ഇഷ്ടമാണ് ബേസിക്കലി. സോ അതിൽ കുറ്റം പറയാൻ ഞാൻ ആരുമല്ല. ശരി, സ്വയം വിലയിരുത്തുന്നത് എങ്ങനെയാണ് ആര്യൻ? അതായത് ടിക്കറ്റ് ടു ഫിനാലയിൽ വിജയിക്കേണ്ട ആളായിരുന്നു എന്നൊക്കെയാണ് ആര്യനെ കുറിച്ച് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. അപ്പോൾ ആര്യൻ എവിടെയാണ് പാളിയത്? ആര്യൻ എന്താണ് സ്വയം തോന്നുന്നത്? അതാണ് റീസൺ വൈ ഐ സേ എൻ്റെ ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് എവിടെയാണ് എനിക്ക് ഇനി 100% കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വീട്ടിൽ ആക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ 85 ഡേയ്സ് ആക്റ്റീവ് ആയിരുന്നു. ടാസ്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ടാസ്ക് ചെയ്യുന്നുണ്ട്. എല്ലാം സംസാരത്തിൽ ഐ യു ബീങ് ഇൻവോൾവ് എന്ന് ചോദിച്ചാൽ ഐ ബീൻ ഇൻവോൾവ് എവറിവെയർ. അപ്പോൾ ഈ എല്ലാം 3 സാധനങ്ങൾ ടിക്ക് ചെയ്യുമ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ചിലപ്പോൾ അൺഫെയർ എവിക്ഷൻ ആവാം അല്ലെങ്കിൽ ഫെയർ എവിക്ഷൻ ആവാം. എനിക്കറിയില്ല എക്സാക്ട്ലി അവിടെയും അതിന് ഉത്തരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അൺഫെയർ ആണോ ഫെയർ ആണോ എന്ന്. പക്ഷേ നമ്മൾ സ്വയം വെൻ യു ആസ്ക് എ ക്വസ്റ്റ്യൻ ടു യുവർ സെൽഫ് ഇസ് വെൻ യു ആൻസർ ലൈക്ക് അൺഫെയർ ആവാം. ദാറ്റ്സ് ദി ഓൺലി ആൻസർ ഐ ഹാവ് റൈറ്റ് നൗ ഫോർ അൺഫെയർ ഓർ ഫെയർ. ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ 1-2 ആഴ്ചകളായി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ PR ആണ്. അപ്പോൾ ഈ PR ഏതെങ്കിലും തരത്തിൽ എവിക്ഷനുകളെ ബാധിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ ആര്യന്? എൻ്റെ സൈഡിൽ എനിക്കറിയില്ല. പക്ഷേ പൊതുവേ ഈ പറഞ്ഞ PR പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. നമ്മുടെ ഈ ബിഗ് ബോസ് വീട്ടിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ അകത്ത് ചെയ്യുന്ന സ്മോൾ തിങ്സ് പുറത്ത് എങ്ങനെ വരും ആ ഒരു പേടി എപ്പോഴും നമുക്ക് ഉണ്ടാവും മൈൻഡിൽ. ഫോർ എക്സാമ്പിൾ ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡിൽ ഞാൻ ലാലേട്ട ഈ പറഞ്ഞ ടാസ്ക് മൊത്തം ചെയ്യണോ, കുളിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഉറങ്ങുമ്പോഴും ഈ ഹെൽമെറ്റ് ഇടണോ എന്ന് ചോദിച്ചു ഞാൻ ലാലേട്ടനോട്. ഭയങ്കര സിൻസിയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഞാൻ പുറത്ത് വന്നപ്പോൾ മനസ്സിലായത് ഈ ഇഷ്യൂ എല്ലാവരും എഡിറ്റ് ചെയ്ത് ഭയങ്കര ഹൈപ്പൊക്കെ ഇട്ട് എല്ലാവരും എൻ്റെ അഗെയിൻസ്റ്റ് ആയിരുന്നു ഒരു സമയത്ത് ഈ ഇഷ്യൂ കാരണം മാത്രം. പക്ഷേ ആ ഇഷ്യൂവിൽ അത്ര വലുതായിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒരിക്കലും എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ഫാദർ ഫിഗർ, എൻ്റെ ഗോഡ് ഫിഗറാണ് ലാലേട്ടൻ. അങ്ങനെ ഒരിക്കലും ഞാൻ ഡിസ്റെസ്പെക്ട്ഫുള്ളി സംസാരിക്കില്ല അദ്ദേഹത്തിനോട്. അപ്പോൾ അത് ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ ഭയങ്കര ഒരു നെഗറ്റീവ് സൈഡായി പോയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ PR പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അവിടെ സ്ക്വാഡ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചിലപ്പോൾ ഈ ശ്രീ മോഹൻലാൽ എന്നൊക്കെ വിളിച്ചത് വലിയ തരത്തിൽ പുറത്ത് ഭയങ്കര കോൺട്രവേഴ്സി ആയല്ലേ?
കോൺട്രവേഴ്സി ആയി, പക്ഷെ എൻ്റെ മൈൻഡിൽ അതൊന്നും ആയിരുന്നില്ല ഉദ്ദേശം. അവിടെ പോയി മാസ് അടിക്കണോ അല്ലെങ്കിൽ ജാട കാണിക്കണോ ഒന്നും ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അവിടെ മാക്സിമം എഫേർട്ട് കൊടുത്തിട്ട് റെസ്പെക്ട്ഫുള്ളി സംസാരിക്കണമെന്നും ഉണ്ടായിരുന്നു. പക്ഷെ പുറത്ത് വന്നപ്പോൾ ഈ PR കാരണം എല്ലാം മറിച്ച് പിടിച്ച് എല്ലാം കുറെ ഓപ്പോസിറ്റ് സാധനങ്ങൾ കാണിച്ചത്. അപ്പോൾ PR ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ പോലത്തെ ഒരു ഷോയിൽ പോകുമ്പോൾ. അവിടെയാണ് ഞാൻ ഐ തിങ്ക് കുറച്ച് പാളി പോയത് ഇൻ ടേംസ് ഓഫ് ഗുഡ് PR, ഹ്യൂജ് PR പോലെ ഇവരെല്ലാവരും ചെയ്യുന്ന പോലെ. ശരി, ഈ തുടക്കത്തിൽ അവിടുത്തെ ഒരു കണ്ടസ്റ്റന്റായ അനുമോളുമായി PR ഉണ്ടെന്ന് തെറ്റല്ല ഞാൻ പറയണത്, PR ഉണ്ടാവാം. മനസ്സിലായി. തുടക്കത്തിൽ അവിടുത്തെ കണ്ടസ്റ്റന്റ് അനുമോളുമായിട്ട് അത്യാവശ്യം നല്ല സൗഹൃദമായിരുന്നു. പിന്നീടാണ് ആ സൗഹൃദമൊക്കെ മാറിയത്. എന്തായിരിക്കും പിന്നെ നിങ്ങൾ നമ്മൾ കണ്ടതാണ് അവിടെ നടന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അനുമോൾക്ക് ആര്യനോടൊരു വിരോധം ഉണ്ടാവാൻ കാരണം? ആര്യൻ എന്താണ് സ്വയം കരുതുന്നത്? ഈ ബിഗ് ബോസ് വീട് എന്ന് പറഞ്ഞ വീട് ഒരു പ്രഷർ കുക്കർ പോലെയാണ്. എല്ലാവരും ഭയങ്കര ഹൈപ്പറുമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇമോഷൻസ് പൊട്ടിത്തിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് ആവും, ചില സമയത്ത് ആ സെയിം ഫ്രണ്ട്സിനോട് നമ്മൾ തല്ലും പിടിക്കും. അപ്പോൾ അത് എന്താണോ നമ്മുടെ തമ്മിൽ ഉണ്ടായത് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. നമ്മൾ ഈ ടോം ആൻഡ് ജെറി എന്ന് പറഞ്ഞ കാർട്ടൂൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇടയ്ക്ക് വന്ന് ഫൈറ്റ് ചെയ്യും, ഇടയ്ക്ക് വൺ സ്നേഹമായിരിക്കും, ഇടയ്ക്ക് പിന്നെയും ഫൈറ്റ് ചെയ്യും, ഇടയ്ക്ക് പിന്നെയും സ്നേഹമാവും. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മിക്സ് ഉള്ള ഒരു ഇമോഷനുള്ള ഒരു ഫ്രണ്ടായിരുന്നു അനുമോള്. അപ്പോൾ അനുമോൾ എന്ന് പറഞ്ഞ കുട്ടി നല്ലൊരു കുട്ടിയാണ്, ഷീ ഈസ് എ ഗുഡ് ഗേൾ. പക്ഷേ അകത്ത് ഗെയിം കളിക്കുമ്പോൾ ചില പ്രോബ്ലംസ് ഓവർ ദ ഹെഡ് പോകുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാനും അഗെയിൻസ്റ്റ് നല്ലോണം സംസാരിച്ചിട്ടുണ്ട് അനുമോളുടെ. ഇപ്പം ഏഷ്യാനെറ്റിൻ്റെ ഒക്കെ ഇന്റർവ്യൂ തന്നെ ആര്യൻ അനുമോൾക്കെതിരെ നല്ല രീതിയിൽ പറയുന്നുണ്ട്, അനുമോൾക്കെതിരെ തുറന്നടിച്ച് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് കണ്ടത് ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം ആര്യൻ അനുമോളെ അല്ലെങ്കിൽ അനുമോൾ കുഴപ്പമില്ല, ഇപ്പം എന്നോട് പറഞ്ഞതുപോലെ നല്ല കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നിൽ കണ്ടാണോ, അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു സംഭവങ്ങൾ മനസ്സിൽ വേണ്ട എന്ന് വെച്ചിട്ടാണോ? അത് എൻ്റെ പൊതുവേ ഇതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഇതാണ് എൻ്റെ നേച്ചർ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ക്രൂസിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ കുറ്റം പറഞ്ഞ് സംസാരിക്കുന്ന ആളല്ല. ആ വീട്ടിലും ഉണ്ടായ ഫൈറ്റ്സ് ഭയങ്കര നോർമൽ ഫൈറ്റ്സാണ്. ഞാൻ ആരുടെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വ്യക്തിഹത്യ ഒന്നും ചെയ്തിട്ടില്ല ആ വീട്ടിൽ. അപ്പോൾ എല്ലാവരോടും എനിക്ക് ഓക്കെയാണ്. ഇപ്പോൾ ആ ഗെയിം ഷോയിൻ്റെ പുറത്ത് നമ്മൾ ഇറങ്ങിയ ഈ പറഞ്ഞ പോലെ ആ ഗെയിമായിട്ട് ഞാൻ സ്പോർട്സ്മാൻ ആണ്. അപ്പോൾ എനിക്ക് ആ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ വില കൊടുക്കാറുള്ളൂ. അവിടുന്ന് പുറത്തിറങ്ങിയാൽ എനിക്ക് അനുമോളാണ്, നല്ലൊരു സുഹൃത്താണ്. ഇപ്പം ഇനി അനുമോൾ പുറത്തിറങ്ങിയാലും ഞാൻ വന്നിട്ട് അവളെ സ്വീകരിക്കും, കോൺഗ്രാറ്റ്സ് പറയും. മേ ബി ഐ ടെൽ ഹർ ഷീ ഡിഡ് എ വെരി ഗുഡ് ജോബ്. പക്ഷെ ഉറപ്പായിട്ടും എന്നെ എങ്ങനെയാണോ വീട്ടിൽ ട്രീറ്റ് ചെയ്തത് പുറത്ത് അങ്ങനെ ഒരിക്കലും ഞാൻ ആരെ ട്രീറ്റ് ചെയ്യില്ല. ബിക്കോസ് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. നമ്മളവിടെ ജീവിച്ചു ആ വീട്ടിൽ, നമ്മൾ തന്നെ ആയിരുന്നു. പക്ഷേ ആ വീട് എന്ന് പറയുന്ന ഒരു പ്രഷർ കുക്കർ പോലെയാണ്. അപ്പോൾ സംടൈംസ് നമ്മൾ ഈ ഇമോഷൻ ഔട്ട് ബേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതല്ലാതെ പുറത്ത് വന്ന എന്തായാലും ഐ ലവ് എവറി വൺ. എല്ലാ കണ്ടസ്റ്റൻസ് 100% കൊടുത്തിരിക്കുകയാണ്. ഐ ഹോപ്പ് വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റൻസ് വിൻ. ഇപ്പം ജിസയിലുമായിട്ടുള്ള പുതപ്പിഷ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ആര്യൻ എന്താണ് തോന്നിയത്? ഇത് ഇത്രമാത്രം വഷളാക്കേണ്ടിയിരുന്നോ എന്ന് ചിന്തിച്ചിരുന്നു? ആ പൊതുപ്പിഷു എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞത് ഇഷ്യൂവേ അല്ല. ഞാൻ എങ്ങനെയാണ് വളർന്നത്, എൻ്റെ പേരൻസ് എന്നെ എങ്ങനെ ഹൗ ദേ ഹാവ് ഈ പറഞ്ഞ പോലെ ഹൗ ദേ ഹാവ് ബോട്ട് മീ അപ്പ് ഇസ് വാട്ട് മാറ്റേഴ്സ്. അപ്പോൾ എനിക്കത് ഇഷ്യൂ അല്ല. ഒരു പെൺകുട്ടി ആ സൈഡിൽ കിടന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അതെനിക്ക് ഇഷ്യൂ ആയിട്ട് എനിക്ക് അത് ഇഷ്യൂ പോലെ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ അനുമോൾ അവിടെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അത് അവൾ കണ്ടന്റിന് വേണ്ടി അല്ലെങ്കിൽ എന്തിനു വേണ്ടി കുറച്ച് ബാഡ് ആക്കാൻ നോക്കി. ആണുങ്ങൾ പെണ്ണുങ്ങൾ ഒരു പുതപ്പിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, അതൊക്കെ കുറച്ച് ബാഡ് ആക്കാൻ നോക്കിയപ്പോഴാണ് എനിക്ക് കുറച്ച് വിഷമമായത്. ബിക്കോസ് നമ്മുടെ ജീവിതം ബിഗ് ബോസ് ആ വീട്ട് മാത്രമല്ല, അവിടെ നിന്ന് പുറത്തിറങ്ങിയാലും നമുക്ക് കുറച്ച് സെൽഫ് റെസ്പെക്ട് വേണം. അപ്പോൾ എൻ്റെ ഈ സെൽഫ് റെസ്പെക്റ്റിൻ്റെ കാര്യം അവൾ ചീത്തയാക്കാൻ നോക്കിയപ്പോഴാണ് ഞാൻ അത് ഡിഫെൻഡ് ചെയ്യാൻ പോയത്. അനുമോളുടെ കാര്യത്തിൽ അധികം ഞാൻ ഇടപെട്ടിട്ടില്ല ഈ വീട്ടിൽ. ഈ സ്മോൾ ഇഷ്യൂസിൽ അവൾ കരയുമ്പോഴോ അതിൽ ഞാനൊന്നും ചെയ്യില്ല. പക്ഷേ ഈ ഇഷ്യൂ ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിഹത്യ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ആയിരുന്നു. എൻ്റെ ഒരു സെൽഫ് റെസ്പെക്റ്റും എൻ്റെ ഒരു ഇമേജിനെ ബാധിക്കുന്നൊരു ഇഷ്യൂ ആയ കാരണം എനിക്ക് കുറച്ച് വിഷമായപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേട്ട അല്ലെങ്കിൽ ബിഗ് ബോസ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അനുമോൾ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇല്ലെങ്കിൽ നിങ്ങൾ അനുമോളെ ഇത് റോങ് പ്രൂവ് ചെയ്യണം. അവിടെ 72 ക്യാമറ കണ്ടിട്ടില്ല, ലാലേട്ടൻ കണ്ടിട്ടില്ല, ഷോയുടെ ഡയറക്ടേഴ്സും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അതാണ് എൻ്റെ വിജയം. എനിക്കത് അങ്ങനെ മാത്രം പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പിന്നെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതെന്നാണ് ആരും കരുതുന്നത്? അത് ഭയങ്കര ഒബ്വിയസ് അല്ലേ. ഈ ഒരു വീടാകുമ്പോൾ എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ? എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രമല്ലേ ഇൻട്രസ്റ്റിംഗ് ആയി പുറത്ത് പോകത്തുള്ളൂ. ഞാൻ അങ്ങനെ ഈ ഷോ കണ്ടിട്ടില്ല. ലൈക്ക് എന്തെങ്കിലും കാണിച്ചാലേ പുറത്ത് പോകത്തുള്ളൂ. ഞാൻ തന്നെയായിട്ട് ജീവിച്ചത് ആ ഷോയിൽ. ഞാൻ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഞാൻ ജോലി ആയിട്ടിരിക്കുന്നു, ചിലപ്പോൾ ഫൈറ്റ് ചെയ്യുന്നു. എൻ്റെ വായിന്ന് എന്തൊക്കെയാണ് വന്നത് ആ ഷോയിൽ നാച്ചുറലി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു ടേപ്പും അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻസ് ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ ഒരു മാനറിസമിൽ. അപ്പോൾ അങ്ങനെ തന്നെ അനു ആയാലും ഈ കാര്യത്തിൽ അനുക്ക് ചിലപ്പോൾ ആവശ്യമുണ്ടാവും എന്തെങ്കിലും ഗോസിപ്പോ എന്തെങ്കിലും ഒരു ഫൺ കണ്ടന്റ് പുറത്ത് പോകാൻ. പക്ഷേ ആ ഫണ്ണ് കളിച്ചത് അത് എൻ്റെ അഗേൻസ്റ്റ് ആയി പോയി.
ഞാൻ അവിടെ മിണ്ടായിരിക്കാൻ പോണില്ല. ഐ വാസ് നോട്ട് ഗോണ ബി ക്വൈറ്റ് അബൌട്ട് ഇങ്ങനെ പോലെ ഡെലിക്കേറ്റ് ഇഷ്യൂസ്. നമ്മൾ ഈ സദാചാരം ആ സാധനമൊക്കെ പറയില്ലേ, അതിൻ്റെ ആവശ്യമില്ല. ഇറ്റ്സ് എല്ലാവരും കാണുന്നുണ്ട് ഈ ഷോ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ വിട്ടുകള, ഡു വാട്ട് യു ഫീൽ ലൈക്ക്. അതായിരുന്നു എൻ്റെ ഒരു മോട്ടീവ്. ഈ ജിസൈൽ വിഷയത്തിലെ ആ സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ആര്യനെ സപ്പോർട്ട് ചെയ്ത പലരും പുറത്തിറങ്ങിയ ശേഷം പ്ലേറ്റ് മറിച്ചത് ആര്യൻ അറിഞ്ഞിരുന്നു. തിരിച്ചു പറഞ്ഞത് കേട്ടിരുന്നു. അപ്പോൾ എന്താണ് തോന്നിയത്? പറഞ്ഞ ആൾക്കാർ എനിക്കൊന്നും തോന്നാന്നില്ല. ലൈക്ക് ഐ എം സേയിങ് എത്ര കോടി ജനങ്ങൾ ഈ ഷോ കാണുന്നു. അവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് ഈ ഒരു സമയത്ത്. അതിലത്തെ ബിഗ് ബോസ് ടീം ആയാലും ലാലേട്ടൻ ആയാലും 72 ക്യാമറ ആയാലും എനിക്കറിയാൻ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം നമ്മൾ പറയില്ല, നമ്മൾ കുറച്ച് ഫേമസ് ആകാൻ തുടങ്ങുമ്പോൾ ആൾക്കാർ നമ്മുടെ അഗെയിൻസ്റ്റ് സംസാരിക്കാൻ തുടങ്ങും, ഇല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം എടുക്കാൻ നോക്കും. ഈ പറഞ്ഞ പോലെ കണ്ടന്റിന് വേണ്ടിയോ അല്ലെങ്കിൽ വൈറലാവാൻ വേണ്ടിയോ എന്തൊക്കെ പറയും. സോ ഈ ഒരു സാധനം സത്യം പറഞ്ഞാൽ ഓൺലി ഐ നോ ദ ട്രൂത്ത്. ഐ എം ദ ബിഗസ്റ്റ്, ഈ പറഞ്ഞ പോലെ ഐ വിറ്റ്നസ്. നമ്മൾ കോർട്ടിൽ പോകുമ്പോൾ ചോദിക്കില്ലേ ബിഗസ്റ്റ് ഐ വിറ്റ്നസ് ആരാ ഈ ഒരു കേസിന്? ഈ കേസിൻ്റെ ഏറ്റവും വലിയ ഐ വിറ്റ്നസ് ഞാനാണ്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ അവിടെ കിടന്നൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഇഷ്യൂ ആക്കിയിട്ട് ഇവർക്ക് വൈറലാവണമെങ്കിൽ ആവാം, എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ല. ഐ എം ടോട്ടലി ഓക്കെ. യു ഹാവ് ഇത് ഇന്ത്യ ഇസ് എ ഫ്രീ കൺട്രി, യു ഹാവ് എ ഫ്രീ സ്പീച്ച്, നിങ്ങൾ സംസാരിച്ചോളൂ. പക്ഷേ എനിക്ക് അത്ര ഉറപ്പുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അവിടെ വെറുതെ അവിടെ കിടന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞിട്ട് ആരോപണമാണെങ്കിലും ഇറ്റ് വോണ്ട് എഫക്ട് മീ ബിക്കോസ് ഐ നോ ഐ ഹാവ് നോട്ട് ഡൺ ഇറ്റ്. സോ ഐ എം ടോട്ടലി ചിൽ അബൌട്ട് ഇറ്റ്. ആർക്ക് വേണമെങ്കിൽ എങ്ങനെ സ്പ്രെഡ് ചെയ്യാം, നോ വറീസ്. ശരി. ഇപ്പം അനുമോൾ ആര്യനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. വയസ്സിന് മൂത്തയാളെ പ്രേമിക്കാൻ നടക്കുന്നു, നീ പാൽക്കുപ്പിയാണ്, എനിക്കിഷ്ടം നല്ല ആണത്തമുള്ള ആണുങ്ങളെയാണെന്നൊക്കെ. ഈ പ്രതികരണങ്ങളോടൊക്കെ ആര്യൻ എന്താണ് പറയാനുള്ളത്? അതാ പറഞ്ഞ അനുമോളുടെ ഗെയിമാണ്. അനുമോൾ ഇങ്ങനെ പോലത്തെ ഈ പറഞ്ഞ ഇങ്ങനെ പോലത്തെ വാക്കുകൾ കുറേ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ പാൽക്കുപ്പിയാണ് നീ, ഇങ്ങനെയാണ് നീ, അങ്ങനെയാണ് നീ. പക്ഷെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും, ഞാനും അനുമോൾ തമ്മിൽ നല്ല റാപ്പോസ് പോയിട്ടുണ്ട് അകത്ത് നിന്ന്. ലൈക്ക് നല്ല ടാസ്ക് ഒരുമിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ കയറ് പിടിച്ച ടാസ്ക് ആയാലും ആ സമയത്ത് അവൾക്ക് പാൽക്കുപ്പി തോന്നിയില്ല. ആ സമയത്ത് വേണമെങ്കിൽ എന്നെ ഇഗ്നോർ അടിക്കായിരുന്നല്ലോ, വേണ്ട ചെയ്യില്ല, ആര്യനെ വേണ്ട, പാൽക്കുപ്പി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ ട്രിഗർ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. പാൽക്കുപ്പി, പിന്നെ ഈ പറഞ്ഞ ബാക്കിയെല്ലാ വാക്ക് എനിക്കതിൽ ഞാൻ പേഴ്സണലി ഒഫൻസ് എടുക്കാറില്ല ഇങ്ങനെ പോലത്തെ കാര്യങ്ങൾ. അപ്പോൾ സോ ഐ എം ഓക്കെ വട്ട് എവർ ഷീ കോൾസ് മീ, ഓർ ഐ എം എ യങ്ങർ പേഴ്സൺ എന്ന് പറഞ്ഞില്ലേ. ഞാനൊരു ഒരു കുട്ടിയാണ്, എങ്ങനെ പ്രേമിക്കാൻ പറ്റും? ഞാൻ ആ ഷോയിൽ പ്രേമിക്കാനൊന്നുമല്ല പോയത്. ഞാൻ ആ ഷോയുടെ വിന്നറാൻ വേണ്ടിയാണ് പോയത്. എല്ലാം ടാസ്ക് ചെയ്യാനും ആക്റ്റീവായിട്ട് നിൽക്കാനും എൻ്റെ പരമാവധി 100% കൊടുക്കാനും. ഞാനൊരു ആക്ടറാണ്, ഞാനൊരു സിനിമ പ്രാന്തനാണ്. എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് എൻ്റെ മെയിൻ പ്ലാൻ. അപ്പോൾ അതല്ലാത്ത ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ കുറച്ചും കൂടി ഒരു ആൾക്കാർ എന്നെ അറിയും, ഇല്ലെങ്കിൽ എൻ്റെ അഭിനയം എനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്ന ആ ഒരു മോട്ടീവിലാണ് പോയത്. പ്രേമിക്കാൻ വേണ്ടി ഒന്നല്ല. പക്ഷെ നമ്മൾ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ചില ബോണ്ട്സ് നാച്ചുറലി ഉണ്ടാവും. ലൈക്ക് ഇഫ് യു ലൈക്ക് സം പീപ്പിൾ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആയാലും അപ്പാണി ആയാലും അക്ബർ ആയാലും ഇതെല്ലാം നാച്ചുറലി ഉണ്ടായ ബോണ്ട്സ് ആണ്. വിത്ത് ജിസേൽ ആസ് വെൽ. ജിസേൽ എനിക്കൊരു സ്പെഷ്യൽ മെമ്പർ ആയിരുന്നു ഈ വീട്ടിൽ. ഫുഡിൻ്റെ കാര്യത്തിലായാലും സംസാരത്തിൻ്റെ കാര്യമായാലും ഷി വാസ് ഓൾവേസ് വിത്ത് മീ. സോ ഐ ഫീൽ അങ്ങനെ വയസ്സ് നോക്കിയിട്ടല്ല നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുന്നത്. അമ്മ വന്നതിന് ശേഷം ഒരു ഗെയിം ചേഞ്ചിന് വേണ്ടി ആരും ശ്രമിച്ചതായിട്ട് തോന്നി, അതുവരെയുള്ള ഒരു അടുപ്പം കാണിക്കാത്തതുപോലെ തോന്നി, അങ്ങനെ തന്നെയായിരുന്നു? ഗെയിം ചേഞ്ച് പറയില്ല ഞാൻ. എവിടെയോ ആൾക്കാർ ഈ പറഞ്ഞ പോലെ എടാ മലയാളം പ്രേക്ഷകർ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല, മലയാളം പ്രേക്ഷകർ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബാഡ് അടിക്കും, അങ്ങനെ ചെയ്യരുത്. ആ വീട്ടിൽ ഉള്ളിൽ തന്നെ എല്ലാവരും പറയാൻ തുടങ്ങി, എടാ ഇത് മറ്റേ ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ട ആ ഒരു വാക്കുണ്ടായിരുന്നു, നാട്ടിൽ എന്തോ ഒരു കുളസ്ത്രീ, അങ്ങനെ എന്തോ ഒരു വാക്കൊക്കെ എന്തൊക്കെ യൂസ് ചെയ്തിരുന്നു. ഈ ഷോ കാണുന്ന കുടുംബ പ്രേക്ഷകരോ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർ നിന്നെ അക്സെപ്റ്റ് ചെയ്യില്ലടാ, എങ്ങനെ നീ കിടക്കാൻ പറ്റും പെൺകുട്ടികളുടെ സൈഡിൽ? ഞാൻ പറഞ്ഞടാ ഞാൻ പെൺകുട്ടി ആൺകുട്ടി തമ്മിൽ അങ്ങനെ വ്യത്യാസമായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല, എല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് ഇവിടെ. അപ്പോൾ ആരുടെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ അവരെല്ലാവരും പറഞ്ഞപ്പോഴേ നീ എൻ്റെ അഭിപ്രായത്തിൽ നീ അവിടെ കിടന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി, എൻ്റെ ഫ്രണ്ട്സ് അല്ലേ പറയണത്, അവർക്ക് കൂടുതൽ അറിയാം ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ സൈഡിൽ പോയി കിടന്നോളാം, അത്രേ ഉള്ളൂ. അത് മാത്രമേ ഉണ്ടായുള്ളൂ ഇഷ്യൂ. അങ്ങനെ ഗെയിം ചേഞ്ചോ ഗെയിം പ്ലാനോ അല്ലെങ്കിൽ ഗെയിം സ്ട്രാറ്റജി ആയിട്ടൊന്നും ഞാൻ കരുതിയിട്ടുമില്ല ഈ വീട്ടിൽ. ശരി. ഇപ്പോൾ പി ആറുമായി ബന്ധപ്പെട്ട്, അത് പ്രത്യേകിച്ച് ആര്യൻ്റെ പി ആറുമായി ബന്ധപ്പെട്ട് ശോഭയ്ക്കെതിരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ട്, അതറിഞ്ഞായിരുന്നു? ഈ പറഞ്ഞ പോലെ ഈ വീട്ടിൽ എത്ര പേർക്ക് പി ആർ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് എൻ്റെ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയ പൂജിത ആയാലും അരുൺ സണ്ണി ആയാലും പിന്നെ നമ്മുടെ ജാങ്കോ സ്പേസിൻ്റെ ചേട്ടനായാലും ഇവരെനിക്ക് വേണ്ടി ഫാമിലി പോലെ അവിടെ നിന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യാൻ, എനിക്ക് വേണ്ടി ഈ പോകുന്ന വഴിക്ക് ആൾക്കാരെ ബസ്സിൽ പോയിട്ട് ആര്യന് വേണ്ടി വോട്ട് ചെയ്യണം, അങ്ങനെ പോലത്തെ ഒരു ഈ പറയുമ്പോൾ നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് യൂസ് ചെയ്താണ് ഈ പി ആർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആര്യന് വേണ്ടി വോട്ട് ചെയ്യും, നല്ല കണ്ടസ്റ്റൻ്റ് അല്ലേ, അങ്ങനെ വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ചെയ്ത് നല്ല ആക്ടേഴ്സ് വഴി എൻ്റെ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യിപ്പിച്ചാണ് എൻ്റെ പി ആർ നടന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വേറെ സൈഡ് ഉണ്ട്.
ഈ പറഞ്ഞ ആൾക്കാർ ചില വോട്ട്സ് വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് സത്യമാണോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ കേട്ട കാര്യമാണ്. അപ്പോൾ ആ സൈഡ് ഓഫ് PR ഉണ്ടെങ്കിൽ ആ PR എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടാവരുത്. എല്ലാം ഈ പറഞ്ഞ പോലെ റോ ആൾക്കാർ ഈ ഷോയിൽ വന്നിട്ട് ആൾക്കാരുടെ സ്നേഹം ഗെയിൻ ചെയ്തിട്ട് ദേ ഷുഡ് വിൻ ദ ഷോ ലൈക്ക് ദാറ്റ്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. സോ ശോഭ പറയുന്നത് ദാറ്റ് ആര്യന് സത്യം പറഞ്ഞാൽ PR ഉണ്ടായിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ PR ഇല്ല. I have public relation എന്ന് പറയുമ്പോൾ I have a relation with the public audience. When I'm posting pictures, communicating with the audience, fan groups ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പൂജിത, അരുൺ സണ്ണി എല്ലാവരും ഉണ്ടായിട്ടുണ്ട്, ജാങ്കോ സ്പേസിലെ ചേട്ടനൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവരെൻ്റെ കൂടെ എപ്പോഴും നിൽക്കും. They are with me for past 7 to 8 years now. അവരെൻ്റെ കോർ ടീമാണ്. അപ്പോൾ അതല്ലാതെ എൻ്റെ കയ്യിൽ ഈ വോട്ട്സ് വാങ്ങിക്കാനോ വോട്ട്സ് മറയ്ക്കാനോ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല ഈ കാര്യങ്ങളൊക്കെ. ഐ ആം ജസ്റ്റ് ക്ലൂലെസ്. So Shobha is she's being speaking correctly when she's saying എനിക്ക് PR ഇല്ല, അത് കാരണം ഞാൻ ജയിച്ചില്ല. അത് 100% കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ ശോഭ. ശരി, ആര്യൻ, ഈ അനുമോളെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ടന്റൊക്കെ ഡെവലപ്മെന്റ് ആകുന്നത്. ഇപ്പോൾ ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇഷ്യൂ ആര്യൻ അറിയാമല്ലോ. നൂറ, ആദില, അനുമോൾ കോംബോ ഒക്കെ തല്ലി പിരിഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ മൊത്തം വീട് അനുമോൾ കാരണമൊന്നുമല്ല പോണത്. എല്ലാവർക്കും എല്ലാവരുടെയായ ഒരു ഡ്രാമ ഉണ്ട് ഈ വീട്ടിൽ. ഇപ്പം ഞാനുള്ള സമയത്തും അനുമോൾ എനിക്ക് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി വന്നോ അല്ലെങ്കിൽ ഞാൻ അവിടെ പോകണമെന്നോ അങ്ങനെ ഉണ്ടായില്ല. നാച്ചുറലി നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ചില സാധനങ്ങൾ, ചില കോമഡിയോ ചില ദേഷ്യങ്ങളൊക്കെ അത് ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ അങ്ങനെ പോലത്തെ ഒരാളാണ്. ഇപ്പോൾ ഈ വീട്ടിൽ ഞാൻ 85 days ഉണ്ടായിരുന്നു. ഈ 85 days ഞാൻ എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയോ ഞാൻ ഒന്നും പോയിട്ടില്ല. ഞാൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. ആ എക്സിസ്റ്റൻസിൽ ആ സമയത്ത് എന്ത് തോന്നുന്നു അത് ഞാൻ പറയുന്നു. അങ്ങനെയാണ് അനുമോളും. അപ്പോൾ അനുമോൾ അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അല്ല എക്സ്ട്രാ പോണത്. അവൾ ജീവിക്കുകയാണ്. അവൾ കുറച്ച് ഓവർ ഡ്രാമയുള്ള കുട്ടിയാണ്. അപ്പോൾ ഓവർ ഡ്രാമയുള്ള കുട്ടിയാകുമ്പോൾ ഓവറായിട്ട് കുറച്ച് ഈ പറഞ്ഞ പോലെ ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, മാത്രമേ ഉള്ളൂ. ശരി, അവിടുത്തെ ഒരു ഗ്രൂപ്പിസം, അതിനെക്കുറിച്ച് ആര്യൻ എന്താ പറയുന്നത്? ഗ്രൂപ്പിസം ഷോയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആണോ? ഈ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ വാക്ക് ഞങ്ങൾ ഉണ്ടാക്കിയ വാക്കൊന്നുമല്ല. നമ്മുടെ കിച്ചൺ ടീം, വാഷ്റൂം ടീം, ഫ്ലോർ ടീം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ വരാൻ പോണത് ഗ്രൂപ്പല്ലേ. എന്നെ ഒറ്റയ്ക്കല്ലല്ലോ കിച്ചൺ ടീമിലിട്ടത്. എന്നെ 3-4 പേര് ഒരുമിച്ചല്ലേ ഒരു ടീമിലിട്ടത്. അപ്പോൾ ആ ടീം ആകുമ്പോൾ ആ ടീം എന്താണ്? ആ ടീം ഒരു ഗ്രൂപ്പല്ലേ. അങ്ങനെ പല സമയത്തും നമ്മൾ പല ഗ്രൂപ്പ് ഉണ്ടായി പോവും. അതിന് നമുക്കൊന്ന് ഗ്രൂപ്പാണോ ഗ്രൂപ്പിസം കളിക്കണോ ഒന്നും ഇല്ല. ഇപ്പൊ എൻ്റെ ഒരു എത്ര പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് അകത്ത്, അക്ബർ എന്ന് പറഞ്ഞിട്ട്. അക്ബർ ഞാനും നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ അക്ബർ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ അതിൽ ഇടപെടാറില്ല. ബിക്കോസ് അത് അക്ബറിന്റെ സ്റ്റാൻഡാണ്. അങ്ങനെ എല്ലാവർക്കും വേറെ വേറെ നിലപാടുണ്ട് ആ വീട്ടിൽ. അതിൽ ആ സ്റ്റാൻഡിൽ അവർ ഇരിക്കണം എപ്പോഴും. കൂടി വരുമ്പോഴാണ് ഗ്രൂപ്പ് ആവുന്നത്. ഞാൻ ഈ വീട്ടിലെ ഗെയിം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് ആകെ ഉണ്ടായത് ജിസയിലാണ്. അതിൽ നിങ്ങളോട് ഞാൻ കള്ളം പറയില്ല. വിത്ത് ഹർ ഐ ഫെൽറ്റ് ഓക്കെ, ഷീ ഈസ് വിത്ത് മീ. എന്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു ഈ വീട്ടിൽ. അതല്ലാത്ത ഞാൻ ഈ വീട്ടിൽ അങ്ങനെ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഞാൻ ഇൻഡിവിജ്വൽ തന്നെയാണ് കളിച്ചിരിക്കുന്നത്. ഓക്കെ, ആര്യൻ, 8 പേർ ഇപ്പോൾ ആ വീട്ടിൽ ബിഗ് ബോസ് ഹൗസിൽ ബാക്കിയുണ്ട്. എന്ത് തോന്നുന്നു? ആര് കപ്പടിക്കും? ആരുടൻ പുറത്തു പോകും? അയ്യോ, എൻ്റെ അഭിപ്രായം കേട്ടിട്ട് അയാൾ കപ്പ് അങ്ങനെ അടിക്കണ്ട. ഞാൻ ആരാ ഇത് പറയാൻ? എല്ലാവരും എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ടു ബി ഓണസ്റ്റ്, ഞാൻ ഫീൽ ചെയ്തത് ഞാൻ കപ്പടിക്കും. അത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത്ര ഞാൻ എന്നെ ബാക്ക് ചെയ്തിരുന്നു ആ വീട്ടിൽ. എന്ത് ഇഞ്ചുറി വന്നാലും പറഞ്ഞ പോലെ ആ 5 മണിക്കൂർ 6 മണിക്കൂർ ആ പിടിക്കുന്ന ടാസ്ക് വന്നാലും അത്ര എഫേർട്ട് കൊടുത്തൊരു ആളായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ എന്നെ തന്നെ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ എനിക്ക് ജയിക്കാൻ പറ്റില്ല. ഞാനവിടെ ഐ ലോസ്റ്റ്, ബട്ട് ഐ വൺ ഹാർട്ട്സ് ഓഫ് എവറി വൺ ഇൻ കേരള. ഇപ്പോൾ ഞാൻ ഈ റോഡിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വന്നപ്പോൾ പിന്നെ ലാലേട്ടൻ വന്ന് എന്നെ ഹഗ് ചെയ്ത് പറഞ്ഞു, മോനെ എന്ത് പറ്റി, യു പ്ലേഡ് വെരി വെൽ. അതാണ് എൻ്റെ വിജയം. ദാറ്റ്സ് വെർ ഐ വൺ. ഇപ്പോൾ ആര് ജയിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഐ ഹാവ് നോ ക്ലൂ. ബിക്കോസ് എൻ്റെ പ്രഡിക്ഷൻ തന്നെ ഞാൻ റോങ് ആയിപ്പോയി. ഞാൻ തന്നെ ജയിച്ചില്ല. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇഫ് യു വാണ്ട് മീ ടു ഗിവ് ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സൺ ഹു ഐ തിങ്ക് വുഡ് വിൻ, എൻ്റെ അഭിപ്രായത്തിൽ ഈ കപ്പ് ജയിക്കാൻ ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. So I would be very smart when I say this. I feel the cup should be won by Akbar. Because Big Boss അല്ല, പക്ഷേ ഞാൻ തന്നെ ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഷോയിൽ അക്ബർ ജയിക്കുന്ന പറഞ്ഞാൽ അക്ബർ സംസാരത്തിൽ അടിപൊളിയാണ്. പിന്നെ ടാസ്ക് വന്നാലും അക്ബർ, ഞാൻ ഫസ്റ്റ് ആയ സമയത്ത് എപ്പോഴും 2nd 3rd പൊസിഷനിൽ അക്ബറാണ്. അപ്പോൾ ടാസ്ക് ആയാലും സംസാരമായാലും പിന്നെ എപ്പോഴും ആൾക്കാർ അവനെ ഒറ്റയ്ക്ക് സൈഡാക്കാൻ നോക്കും. അപ്പോൾ അതിനകത്തും അവൻ ഹി വിൻസ് ഫ്രം ദെയർ ആൻഡ് കംസ് അപ്പ്. സോ ഐ ഫീൽ അക്ബർ ഷുഡ് വിൻ ഈ പറഞ്ഞ പോലെ ദിസ് ഷോ. അത് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു കഴിവ് മാത്രം നോക്കാത്തൊരു ഒരു വിന്നറാണെങ്കിൽ ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ നല്ല PR സപ്പോർട്ടിലും നല്ല ഡ്രാമയിലും അനുമോൾ ക്യാൻ ഓൾസോ വിൻ. ബിക്കോസ് ഷീ ഈസ് ഓൾസോ വെരി ആക്റ്റീവ് ഇൻ ദ ഹൗസ്. പിന്നെ അനീഷേട്ടൻ. ഈ 3 പേരാണ്
എൻ്റെ ഈ പറഞ്ഞ പോലെ ഐ ഫീൽ വുഡ് വിൻ ദ ഷോ. ഓക്കെ, ഒരൊറ്റ കാര്യം കൂടി ആര്യൻ ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഫെയർ ആണോ? എനിക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, സോറി. ഇപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ ഫെയർ ആയിട്ട് പോകുന്നു എന്ന് കരുതുന്നുണ്ടോ? ഞാൻ സത്യം പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ 1-2 എപ്പിസോഡ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആസ് ഓഫ് നൗ ഐ ഫീൽ എല്ലാം ഓക്കെ ആയി പോകുന്നുണ്ട്. ഞാനുള്ള സമയത്തും ഫെയർ ഒക്കെ ആയിരുന്നു, പക്ഷെ എവിക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഡെലിക്കറ്റ് ആണ്. അപ്പൊ ഞാനും ഷോയുടെ അകത്ത് നിന്നപ്പോൾ കുറെ ഇങ്ങനെ ഈ ടാസ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ബിഗ് ബോസ്, അതൊക്കെ നമ്മുടെ സ്വാഭാവികം ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, എന്താണ് ബിഗ് ബോസ്. പക്ഷെ അതല്ലാത്ത എല്ലാം ആ വീട്ടിൽ ഏഷ്യനെറ്റ് വഴിയും എൻ്റെ മോൾ ഷൈൻ വഴി പ്രൊഡക്ഷൻ വഴി എല്ലാവരും ഫെയർ തന്നെയാണ് കളിച്ചിരിക്കുന്നത്. ദേ ഹാവ് ഡൺ ദെയർ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ആര്യൻ ഒരുപാട് സന്തോഷം ന്യൂസ് 18-ൽ അതിഥിയായി എത്തിയതിന്, ബിഗ് ബോസിലെ വിശേഷങ്ങൾ പറഞ്ഞതിനൊപ്പം ആര്യന് എല്ലാവിധ ആശംസകളും. ആര്യൻ്റെ സ്വപ്നം സിനിമയാണെന്ന് എനിക്കറിയാം. ആ സിനിമാ സ്വപ്നങ്ങൾ വളരെ വേഗം പൂവണിയട്ടെ. മലയാളികളുടെ ബിഗ് സ്ക്രീനിൽ ഞങ്ങൾക്ക് ആര്യനെ കാണാൻ സാധിക്കട്ടെ. ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ പ്ലഷർ ബീയിങ് ഹിയർ. താങ്ക്സ് എ ലോട്ട്. ശരി, ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.